അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ അലി സയ്യിദിന മുഹമ്മദ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മുടെ ഹദീസിന്റെ വിഷയം സ്വലാത്തുൽ ളുഹ, ളുഹാ നിസ്കാരമാണ്. ശ്രേഷ്ഠമായ സുന്നത്ത് നമസ്കാരങ്ങളിൽ, നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റേണ്ട സുന്നത്ത് നമസ്കാരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ളുഹാ നിസ്കാരം. ളുഹ എന്നും അത് ആദ്യത്തിൽ നിസ്കരിക്കുകയാണെങ്കിൽ സലാത്തുൽ ഇഷ്റാഖ് എന്നും, അതേപോലെ തന്നെ പകലിലെ അവ്വാബീൻ നിസ്കാരം എന്നും സലാത്തുൽ അവ്വാബീൻ എന്നും ഇതിന് പേരുണ്ട്. രാത്രിയിൽ മഗ്‌രിബിന് ശേഷം സലാത്തുൽ അവ്വാബീൻ വേറെയും പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. വേറൊരു സുന്നത്ത് നിസ്കാരം കൂടിയുണ്ട്. പകലിലെ സലാത്തുൽ അവ്വാബീൻ എന്നും ഇതിന് പേരുണ്ട്. നേരത്തെ സൂര്യോദയത്തോടെ ഏകദേശം അടുത്ത് നിന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അതിന് സലാത്തുൽ ഇഷ്റാഖും അത് തന്നെയാണ്, ഒന്ന് സലാത്തുൽ ളുഹക്ക് പകരമാകും എന്നും നമുക്ക് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ ളുഹാ നിസ്കാരം സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു കുന്തത്തിന്റെ അത്ര വലുപ്പത്തിൽ എന്നാണ്, അത്ര ഉയരത്തിൽ എന്നാണ്, ഉയർന്നു പൊങ്ങിയാൽ എന്നാണ് അതിന്റെ പഴയ കണക്ക്. ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞാൽ തുടങ്ങി ളുഹർ നിസ്കാരത്തിനുള്ള ളുഹറിന്റെ സമയത്തിന് തൊട്ടു മുമ്പ് അവസാനിക്കുന്ന തരത്തിലാണ് സലാത്തുൽ ളുഹയുടെ സമയം എന്നും നമുക്ക് പതിവാക്കാവുന്ന, രാവിലെ കുളിച്ച് ഓഫീസിൽ പോവുകയോ കോളേജിൽ പോവുകയോ അതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും, അതുപോലെ വീട്ടിലൊക്കെ സമയത്ത് കുളിച്ച് ഒന്ന് വുളു എടുത്ത് നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന ഒരു സംവിധാനം, അല്ലെങ്കിൽ പള്ളിയിൽ നിസ്കരിക്കുന്ന സംവിധാനം നമ്മളത് ജീവിതത്തിൽ പകർത്ത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, ഖാല ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഖലീല്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനും കൂടിയായ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ എന്നോട് വസിയ്യത്ത് ചെയ്തു. നബിയുടെ വസിയ്യത്തിൽപ്പെട്ടതാണ് എന്ത്? ബിസിയാമി സലാസത്തി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും ഒരു 3 ദിവസമെങ്കിലും നോമ്പ് നോക്കാം. ഒന്ന് വസിയ്യത്ത് അതാണ്. വറകഅത്തൈ ളുഹ, 2 റകഅത്ത് ളുഹ നിസ്കരിക്കണം. നബിയുടെ വേറൊരു വസിയ്യത്ത് അതാണ്. വ അൻ ഊതിറ ഖബ്ല അൻ അർഖുദ, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കണം എന്നതും എന്നോട് വസിയ്യത്ത് ചെയ്തതാണ്. മുത്തഫഖുൻ അലൈഹി, സഹീഹുൽ ബുഖാരി മുസ്ലിം റിവായത്തിന്റെ. അപ്പൊ ഇതില് മാസത്തിൽ 3 ദിവസം നോമ്പിനെ കുറിച്ച് പറഞ്ഞു, ളുഹാ നിസ്കാരം പറഞ്ഞു, ഉറങ്ങുന്നതിന് മുമ്പ് പോയിട്ട് വിത്ർ നിസ്കരിക്കണം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളത് കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. വൽ ഈതാറു, വിത്ർ നിസ്കാരം, ഖബ്ല നൗമി, ഉറങ്ങുന്നതിന് മുമ്പ്, ഇന്നമാ യുസ്തഹബ്ബു, അത് നിശ്ചയമായും സുന്നത്താക്കപ്പെടും, ലിമൻ ലാ യസിഖു ബിൽ ഇസ്തിഖാദി, ഉണരുമെന്ന് ഉറപ്പില്ലാത്തവന്. എപ്പോ? ആഖിറൽ ലൈലി, രാത്രിയുടെ അവസാനത്തിൽ ഉണരുമെന്ന് ഉറപ്പില്ലാത്തവനാണ് ആ സമയത്ത് സുന്നത്ത്. ഇൻ വസിഖ, ഉറപ്പുണ്ടെങ്കിൽ, എന്തായാലും സുബഹിന് മുമ്പ് എണീക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ, ഫആഖിറുൽ ലൈലി അഫ്ളലു, രാത്രിയുടെ അവസാനത്തിൽ വിത്ർ നിസ്കരിക്കലാണ് അഫ്ളല്. ഇമാം നവവി ഹദീസിന് കീഴെ ചേർത്ത് കൊടുത്ത വിഷയമാണ് കഴിഞ്ഞ ഹദീസിൽ നമ്മൾ പറഞ്ഞു. അബീ ദർ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യുസ്ബിഹു അലാ കുല്ലി സുലാമ മിൻ അഹദികും സദഖ, മനുഷ്യന്റെ ശരീരത്തിൽ 370ഓളം സന്ധികൾ ഉണ്ടെന്നാണ്. മനുഷ്യന്റെ ഓരോ സന്ധികളിലും ഓരോ ദിവസവും ഓരോ സന്ധികളുടെ എണ്ണത്തിനനുസരിച്ച് സ്വതക്ക ചെയ്യണം, ചാരിറ്റി ദാനധർമ്മം ചെയ്തിരിക്കണം. ഫകുല്ലു തസ്ബീഹത്തിൻ സ്വതക്ക, അപ്പോൾ ഓരോ തസ്ബീഹും സ്വതക്കയാണ്. വകുല്ലു തഹ്മീദത്തിൻ സ്വതക്ക, ഓരോ ഹംദും സ്വതക്കയാണ്. വഅംറു ബിൽ മഅറൂഫി സദഖ, വകുല്ലു തഹ്ലീലത്തിൻ സദഖ, എല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖ, തക്ബീറും അല്ലാഹു അക്ബർ സദഖയാണ്. വഅംറും ബിൽ മഅറൂഫി സദഖ, നന്മ കൊണ്ട് കൽപ്പിക്കൽ സദഖയാണ്. വനഹിയുൻ അനിൽ മുൻകരി സദഖ, തിന്മ കൊണ്ട് വിരോധിക്കലും സദഖയാണ്. ഇങ്ങനെ നന്മയുടെ വിവിധ വഴികൾ, എങ്ങനെയൊക്കെയാണ് നന്മകൾ വഴി ഒരാളെ സഹായിക്കുന്നത്, പുഞ്ചിരിക്കുന്നത് ഒക്കെ സദഖയാണെന്ന് നമ്മൾ അതിനെക്കുറിച്ചുള്ള ഹദീസുകൾ വിശദമായി പഠിച്ചിരുന്നു. പക്ഷെ ഈ ഹദീസ് ഇവിടെ കൊണ്ടുവരാൻ കാരണം, വയുജിസു മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനൽ ളുഹ, ളുഹയിൽ നിന്ന് അവൻ നിസ്കരിക്കുന്ന 2 റകഅത്ത് നിസ്കാരം ഇതിനൊക്കെ ചിലപ്പോൾ മതിയാകും എന്ന്. അപ്പൊ അത് വലിയ ഒരുപാട് സദഖകളുടെ സ്ഥാനത്താണ് ഇത് നിൽക്കുന്നത് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നത്. റവാഹു മുസ്ലിം, മഹാനായ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഹദീസാണ്. ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, യുസല്ലി ളുഹ അർബഅൻ, ളുഹ 4 റകഅത്ത് നിസ്കരിക്കും. വയസീദു മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചത്ര വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ളുഹ മിനിമം 2 റകഅത്താണ്. അതിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 റകഅത്ത് നിസ്കരിച്ചിട്ടുണ്ട്. അൻ ഉമ്മു ഹാനിഇൻ ഫാഖിത്തത്ത് ബിൻതി അബീ താലിബ് റളിയല്ലാഹു അൻഹ, ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ, ഉമ്മു ഹാനി ഫാഖിത്ത ബിന്തു അബൂ താലിബിന്റെ മകളാണ്. ഖാലത്ത് ദഹബതു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു. ആമിൽ ഫത്ഹി, ഫത്ഹ് മക്കയുടെ ദിവസം.
ഫവജത്തുഹു യഗ്തസിലു, അപ്പോൾ നബി ഒളു എടുക്കാൻ, കുളിക്കാൻ, വൃത്തിയാക്കാൻ. ഫലമ്മ ഫറഗ മിൻ ഗുസ്ലിഹി, കുളിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം സ്വല്ല 8 റകഅത്തിൻ, 8 റകഅത്ത് നിസ്കരിച്ചു. വദാലിക ദുഹ, അത് ദുഹ നിസ്കാരമായിരുന്നു. അപ്പോൾ ദുഹയുടെ ഏറ്റവും കൂടുതലുള്ളത് 8 റകഅത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്. 4 നിസ്കരിച്ചിട്ടുണ്ട്, 2 നിസ്കരിച്ചിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി. അപ്പോൾ ചുരുങ്ങിയത് 2 റകഅത്തെങ്കിലും നിസ്കരിക്കാൻ കഴിയണം, കൂടിയത് 4 റകഅത്ത്, 8 റകഅത്ത്. عن أنس بن مالك رضي الله عنه عن النبي صلى الله عليه وسلم തങ്ങളെ കുറിച്ച് നിവേദനം, അന്നഹു ഖാൽ മൻ സല്ലൽ ഗദാത ഫി ജമാഅത്തിൻ, ഒരാള് സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് നിസ്കരിച്ചു. ثم قعد يذكر الله, പിന്നെ അവിടെ ഇരുന്നു, സുബഹി നിസ്കരിച്ച സ്ഥലത്ത് അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിക്കൊണ്ട് അവിടെ ഇരുന്നു. അത് ദിക്റും വിശുദ്ധമായ ഖുർആൻ പാരായണം, സുബഹിന്റെ ശേഷം ഒരുപാട് നേരം പലരും ദിക്റിൽ മുഴുകി അങ്ങനെ ഇരുന്നു. ഹത്താ തത്ലു അശംസു, സൂര്യൻ ഉദിക്കുന്നത് വരെ ദിക്ർ ചൊല്ലി അവിടെ തന്നെ ഇരുന്നിട്ട്. ثم صلى ركعتين, പിന്നെ സൂര്യൻ ഉദിച്ച് ളുഹായുടെ സമയമായിട്ട് 2 റകഅത്ത് നിസ്കരിച്ചു. കാനത്ത് ലഹു കഹജ്രി ഹജ്ജത്തിൻ വഉംറത്തിൻ, ഒരു ഹജ്ജും ഒരു ഉംറയും ചെയ്ത പ്രതിഫലമാണ്. താമ്മ റവാഹു തിർമിദി. അപ്പോൾ ഒരാള് സുബഹി നമസ്കാരം നിസ്കരിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് ദിക്റിലും തസ്ബീഹിലും വിശുദ്ധമായ ഖുർആൻ പാരായണത്തിലുമായി മുഴുകി അതേ സ്ഥലത്ത് തന്നെ ഇരുന്ന് സൂര്യൻ ഉദിക്കുന്നവരെ അങ്ങനെ ചെയ്തു. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ളുഹായുടെ സമയം കഴിഞ്ഞാൽ ആയി വന്നിട്ട് ളുഹാ കൂടി നിസ്കരിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നതെങ്കിൽ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലമാണ്. അതുകൊണ്ടാണ് സുബഹി നിസ്കരിച്ചു കഴിഞ്ഞ് മഹാന്മാരായ ആളുകളൊക്കെ ഇബാദത്തിൽ മുഴുകുന്നത്. മഹാനായ ചെറുശ്ശേരി സാദ് ജീവിതത്തിൽ വളരെയധികം പ്രാവർത്തികമാക്കിയിരുന്ന വലിയ പണ്ഡിതനായിരുന്നു. അല്ലാഹു പരലോകത്തെ ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ളുഹ നിസ്കരിച്ചു. ളുഹായിൽ തന്നെ വലിയ ഇജാസത്ത് പ്രകാരം സുജൂദിൽ 10-21 പ്രാവശ്യം ചെല്ലാനുള്ള ദിക്റുകൾ അങ്ങനെ നീണ്ട് ദീർഘമായി ളുഹായിലെ സുജൂദ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ ളുഹാ നിസ്കാരം വളരെ പുണ്യമുള്ള, വളരെ ശ്രേഷ്ഠമായ ഒരു നിസ്കാരമാണ്. അതിന് ഒരുപാട് ശ്രേഷ്ഠതകൾ പറഞ്ഞു. നബിയുടെ വസീയത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകാൻ, ആയുസ്സിലും റിസ്കിലുമൊക്കെ ഐശ്വര്യമുണ്ടാകുന്നതിന് ളുഹാ നിസ്കരിക്കാൻ വേണ്ടി മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരാറുണ്ട്. എല്ലാവർക്കും എളുപ്പത്തിൽ നിസ്കരിക്കാവുന്ന ഒരു നിസ്കാരമാണ്. രാവിലെ ഒരുങ്ങി ഒന്ന് ഒളു എടുത്ത് നിസ്കാരത്തിന് അതൊരു ശ്രദ്ധ പുലർത്തിയാൽ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഐശ്വര്യമുണ്ടാക്കാവുന്ന, അള്ളാഹുവിനെ ഓർക്കാവുന്ന ളുഹാ നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. നബിയുടെ വസിയത്തിൽപ്പെട്ടതാണ്. നിർവഹിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.